guys, assalamualaikum. Welcome back to my channel. ഇപ്പൊ ജസ്റ്റ് റിസീവ് ചെയ്തേ ഉള്ളൂ. ടൈം നോക്കിയേ, ടൈം കാണിക്കൂ എന്റെ ഫോണില് 11:35. അപ്പൊ ഇന്ന് February 2 ആണ്. നാളെ February 3 അജിതാൻ്റെ ബർത്ത്ഡേ ആണ്. ആൻഡ് ദേ ആർ ഹിയർ, ഫാമിലി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ ജസ്റ്റ് എത്തി 5 minutes ആയിട്ടുള്ളൂ. നമ്മൾ ഇരിക്കാൻ വെറുതെ കൊടുത്തിട്ടില്ല. ആന്റിന്റെ അടുത്ത് കോളാക്കി വാ 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 എന്ന് ഈവനിങ് മുതൽ തുടങ്ങിയതാണ്. വാ ആന്റി വാ വാ വാ, വന്ന് പോ, ബേബി ഒന്നും ഇല്ലല്ലോ, വന്ന് പോന്ന് പറയണത്. അപ്പൊ ഈ കുട്ട നോക്കി ഉറങ്ങിയിട്ടില്ല, എന്നെന്ത് പറ്റിയാവോ, ഉറക്കമില്ലാത്ത കുട്ടൻ. അപ്പോ നമ്മളിപ്പോ കേക്ക് വൈറ്റ് ഉള്ളിൽ പോവാം. ബാക്കി കഥയൊക്കെ ഞാൻ പിന്നെ പറയാം. ആന്റി പാവ നമ്മളെ ബാക്കിയായിട്ട് വന്നട്ടോ, പാവ എല്ലാരും വന്നിട്ടുണ്ട്. ബേബി ഇല്ല, വി മിസ് ബേബി. നിങ്ങളില്ലാതെ നമ്മൾ ഈ പരിപാടി നടത്താൻ പോണെയാണ്. നമ്മുടെ രീതിയിൽ ഐ ഹോപ്പ് ഇറ്റ്സ് പോയപ്പോ. അപ്പോ കേക്ക് എത്തിയിട്ടുണ്ട്, കുഞ്ഞൊരു കേക്കാണ്. ഇനി ബാക്കി സെലിബ്രേഷൻസ് ഒക്കെ നമുക്ക് നാളെ ചെയ്യാം. ഫുഡൊക്കെ നാളെ വിഷയില്ലാതെ പരിമിതികളിൽ നടത്തുന്ന പരിപാടി. ബേബിയിലെ ഒന്നും എടുക്കൂല, ബട്ട് സ്റ്റിൽ നമ്മള് ഇതൊക്കെ ചെയ്ത് അല്ലേ. അപ്പോൾ കുറച്ച് ഉറക്കപ്പിച്ചായതുകൊണ്ട് ക്ഷമിക്കൂ ഗൈസ്, നമുക്ക് പോവാം. ആന്റിയോടെ ഇരിപ്പുണ്ട്, ജസ്റ്റ് ഇരുന്നതേ ഉള്ളൂ. അപ്പൊ തന്നെ കേക്കും എത്തി. ക്യാമറ തിരിച്ചോ? ഓക്കെ, അതേ നടന്നോ. എല്ലാം കൂടി റിയാക്ഷൻ. ഹാപ്പി ബർത്ത്ഡേ ഓടി വന്നെ. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഡിയർ ആന്റി. ആദ്യമേ ഒന്ന് വായില്ലാർക്കും. അല്ല ഞാനും റഫീഖിക്കൊക്കെ സമയം നോക്കണം, അതാണ് സമയം. നമ്മള് ഹാപ്പി ബർത്ത്ഡേ പാടി കേക്കൊക്കെ തുറക്കാൻ പോണേ. പക്ഷെ നമ്മൾ മുറിക്കണത് 12 മണിക്ക്. അതെന്താന്നറിയാം, എന്തായാലും എല്ലാവർക്കും ബ്ലിങ്ക് ചേർച്ചിരിക്കണത് 12 o'clock ആയില്ല, അതുകൊണ്ടാണ്. അതെന്താണെന്നറിയോ, ഇവര് വന്നുമ്പ് കേക്ക് വരണ്ടായിരുന്നു. അപ്പൊ അവിടെ പാളിപ്പോയതുകൊണ്ട് ഇപ്പൊ കേക്ക് കണ്ടല്ല. അപ്പൊ എന്തായാലും കേക്ക് വന്നത് ഇപ്പളാ വന്നത്. അതാണ് നിങ്ങ. അപ്പൊ ഞാൻ വിചാരിച്ചേ ഓ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ നീങ്ങിപ്പോയി. പക്ഷെ അവരൊന്നും പറയാൻ പറ്റില്ല. ദൂരത്തൊന്നും വന്നല്ലേ, പിടിക്കാൻ പറ്റില്ല. അവര് ഡ്രൈവ് ഒക്കെ ചെയ്യണല്ലോ. കുറച്ച് ആ കത്തി വെച്ച് ഇങ്ങോട്ട് നീക്ക്, അപ്പൊ ശരിയാവും. അങ്ങനല്ല, അവിടെ അല്ല, ഈ അറ്റത്തുനിന്ന് ഉള്ളിലോട്ട് കേറ്റിട്ട്. ഇല്ല, ഇത് ഇങ്ങോട്ട് നോക്കിയ സ്ലൈഡായി അറിച്ചു നോക്ക്. കേക്ക് ഇങ്ങോട്ട് നീങ്ങിപ്പോ എറിച്ചു. അതാണ് ഇങ്ങോട്ട് നീങ്ങിപ്പോ, അവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കണ്ടേ. ഫ്രിഡ്ജിലോട്ട് അങ്ങനെ തന്നെ കയറ്റി വെച്ചോ. ഫ്രിഡ്ജ് വെക്കാം. 12 മണിക്ക് ബന്ധപ്പെട്ടിക്കണോ, ഇതെന്താ നടക്കണേ. യബു കേക്ക് എവിടെ? കേക്ക് ഇരിക്കാൻ സമ്മതിച്ചില്ലല്ലോ നമ്മള്. അത് തന്നെ കേറുമ്പോ തന്നെ സുനു ഓർഡർ സീനുണ്ട്. എന്നെ എടുക്കാൻ എടുക്കാം സുനു വെച്ചോ. അതന്നെ സുനു ഫ്രിഡ്ജ് വെച്ചോളൂ. ലൈറ്റൊക്കെ ഇപ്പളാ ഇട്ടത്. ബർത്ത്ഡേ അരമണിക്കൂർ ഡയലോഗ് പറഞ്ഞു. ക്യാമറ അവിടെ എടുത്ത് ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കണം. കേക്ക് കുറിക്കണ്ടെങ്കിൽ വാന്ന് പറഞ്ഞു. മഞ്ഞില്ല എന്തിനാ നമ്മൾ പറയണത്. അപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ എന്തായെന്നറിയോ, നാളെ നൈറ്റില് ബസ് എത്തും. വന്നു കഴിഞ്ഞിട്ട് ഇവര് വെനസ്ഡേ എത്തും, പിള്ളേരും ഒക്കെ ആയിട്ട് സ്കൂൾ കഴിയുന്ന സമയമാകുമ്പോ പോണ മുമ്പ് ആന്റിക്കുള്ള അതന്നെ എല്ലാം മേടിച്ച് സെറ്റാക്കിയിട്ടാ പോയത്. ആന്റിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് വേറെ ആരതാണെങ്കിൽ അപ്പുറത്തുനിന്ന് ബേബി കാണിക്കും. പക്ഷെ പോണ ദിവസം എല്ലാം മേടിച്ച് സെറ്റാക്കിയിട്ടാ പോയത്. ഫിലിപ്പീൻസ് പോണാണെങ്കിൽ അന്നത്തെ ഡേ രാവിലെ തന്നെ പോയിട്ട് ലുലു പോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് നമ്മുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് പോയത്.
ബിക്കോസ് ബേബിക്ക് അങ്ങനെയാണ് ഇവരെന്ന് ഇല്ല, പറയുന്നത്. ഞാൻ എന്താ പറയാ മനസ്സിലോർത്തത് സത്യമാണിത്. ഇവരിപ്പോ ഇത് പറഞ്ഞു. പക്ഷെ ഞാൻ വിചാരിച്ചു നാളെ നെയ്റ്റ് പശു വന്നിട്ട് എല്ലാരുമായിട്ട് പിറ്റേ ദിവസം ഒന്ന് റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലെത്തും എന്നുള്ള ഇന്ന് ഇതുങ്ങൾ രണ്ടും എന്നെ വിടൂല, അങ്ങടുമില്ല ഇങ്ങടുമില്ല, വന്നേ പറ്റുള്ളൂ. ഈ പച്ച പാതിരാക്ക് എന്നെ ഇവിടെ വരുത്തിയത്. എന്താണ് പറയണത് നോക്കിക്കണ അവിടെ വെയിറ്റ് ആക്കി ആക്കി പവർ ഉറങ്ങി മിനിറ്റ്സ് ആയോണോ ഉറങ്ങി. എന്നെ വരുത്തിയതാണ് ഇവിടെ രണ്ടെണ്ണം കൂടി. എന്നൊക്കെ നാളെ ഇവര് പിള്ളേർക്ക് എന്തോ എന്തൊക്കെ പറയാ എന്തോ പറയാനേ എന്തൊക്കെ പറയാതെ എന്ത് പറയാ അവിടെ ഇരിക്കും ആന്റിയുടെ അടുത്ത് ഇരിക്കും. ജൈവൂനും പോണം. ആ ദൈവം ശരിക്കും വെറുതെ ഞായറാഴ്ച പോണായിരുന്നു. ഇപ്പൊ ശനിയാഴ്ച ഇവര് വന്ന് ഞായറാഴ്ച കുഴപ്പമില്ല. ഇപ്പൊ നാളെ നിങ്ങൾ സ്കൂളിലും പോണം. സോനു നിന്റെ പരിപ്പ് കറി കഴിച്ചിട്ടില്ല. എനിക്ക് ഒരു രക്ഷയില്ല, ശ്വാസം എടുക്കാൻ പറ്റുള്ള ഷോ വെളുത്തുള്ളിയും പുട്ടും അത് കഴിച്ചിട്ട് എനിക്ക് പരിപ്പറി എനിക്ക് അസിഡിറ്റി ഭയങ്കരമായിട്ട് പ്രോബ്ലം ആയി. പുട്ട് ചോറിനൂടൊക്കെ ഉള്ളത്. ഞാനിപ്പോ കേക്ക് എങ്ങനെ കഴിക്കുമെന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കണാണ്. അപ്പൊ നമുക്ക് സംസാരിച്ചിരിക്കാം. 12 o'clock ആകുമ്പോ നമുക്ക് വരാം അല്ലെ? ഇപ്പൊ 11:40 ആയി. ഫുൾ സെറ്റാണ്. ബേബി ഇല്ലെങ്കിൽ സെറ്റാണ്. പറയാൻ പറ്റൂല, കാര്യം അങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അതുപോലെ രണ്ട് ബഷിയാണേലും ശരി, സോനുവിനെയും പശുവിനെയും എനിക്ക് ഇവരോടൊന്നും എനിക്ക് മറത്ത് പറയാൻ പറ്റൂല. എടുത്തോ പാടെ പൊന്നു കണ്ടില്ല അത് നീ പിടിച്ചോ, അതായിരിക്കും നല്ലത്. ഇതെന്താ ഞാൻ ഇങ്ങനെ വിളിക്കണം ഓക്കേടാ അല്ല ആദ്യം റഫീഖിനെ വിളിച്ചേ. റഫീഖിനോട് കാണ്ടിലിരിക്കും. കറക്റ്റ് ആണല്ലോ ബാക്ക് ക്യാമറ. റഫീഖിനെ വിളിച്ചിട്ട് കേക്ക് കുറിക്കട്ടെ ഇങ്ങനെ പറ്റില്ലേ? അതന്നെ ഫൈനലാണ് നമ്മളത് പറഞ്ഞ വിളിച്ചു വിളിച്ച് മതിയായി. ഇങ്ങനെ പറഞ്ഞ വന്നില്ലേ അവസരം ഇവിടെ ഇല്ല, ഇങ്ങനെ വരാം. അവിടെ ഇങ്ങനെ തിരക്കാണ്. അവസരം കേക്ക് കുറിക്കട്ടെ. സോണിയുടെ ലാസ്റ്റ് അങ്ങനെ ആയിരിക്കും. പിന്നെ റിച്ചുവിനെ പറഞ്ഞു, റിച്ചുവിക്ക് മെസ്സേജ് അയച്ച് അവസാനം അജിത്തിനോട് പറഞ്ഞു വാ ഇങ്ങനെ ബേബി ആണെങ്കിൽ കോലക്കപ്പോ അല്ല ബേബി ആണെങ്കിൽ കോലക്കപ്പോ പറയണ്ട ആന്റി വരട്ടെ ആദ്യം എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോ സോനു പറഞ്ഞു ആന്റി സമ്മതിക്കുള്ളാന്ന് പറഞ്ഞു. മുതലാളി നാളെ സ്കൂളുണ്ടല്ലോ, നമുക്ക് കേക്ക് കട്ടാക്കി ഉറങ്ങാം. ഓക്കെ, അപ്പോൾ 11:40 ആയി. ഇനി ഒരു 20 minutes ഉണ്ട്. എബു ഇന്നെന്താണോ ഉറങ്ങിയിട്ടില്ല. എബ്രു എബ്രു ക്യാമറ നോക്കി ഹായ് പറഞ്ഞ പൊന്നു മിണ്ടല്ലേ ഭയോ അങ്ങനെ ബൈ ഉറങ്ങിയ എങ്ങനെ കാണിച്ചേ? നേരത്തെ അവർ വന്നപ്പോ തന്നെ കാണിച്ചു. ബൈ ഉറങ്ങിയ ഉറക്കം മുന്നുണ്ടെന്ന് വല്ല കൊടുത്തായിരുന്ന കഴിച്ച ഡിന്നർ കഴിച്ചു, നേരത്തെ കഴിച്ചു. 12:01 ഇപ്പൊ തുറന്നും അപ്പൊന്ന് ആ ഒരു ഗ്യാപ്പിൽ എന്റെ മോനെ എനിക്ക് പണി തന്നു. ഞാൻ ഇനിയിപ്പൊ രാത്രി 2 എന്തേടോ ഇതിന്റെ പുറകില് പശിയാണല്ലേ, എനിക്കറിയാം. സുലു ഞാൻ പുറകെ പോണൊക്കെ അതല്ലേ കറക്റ്റ് ടൈമിലൊരു ഉറങ്ങാൻ പോയി. എന്നാ സുലു എന്നെക്കാളും വലുതായി പോയി അവള് കേട്ടാ. അതെ നേരത്തെ ചെറുതായിരുന്നു അമ്മയും കളിക്കുന്ന ആൾക്കാര്. ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ ഇവളുടെ ഫോട്ടോ കണ്ടു, എന്ത് ചെറുതാരെന്നറിയാവാ സുനു. ഇവളമ്മ അജിത്ത മോള് അവളെ അമ്മ ആവുള്ളേ, ഞാൻ അവളെ എനിക്ക് അമ്മ ആക്കൂല. നാണം നിങ്ങൾക്കൊന്ന് വിഷ് ചെയ്യണ്ടേ? കഴിഞ്ഞ തിരക്ക് ഈ ലോകത്തൊന്നുമല്ല വാപ്പായി പോലും. അയ്യ വിഷ് ചെയ്യാൻ ഭാര്യന ജന്മദിന ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ. അതന്നെ നിന്നെ പോലെ തന്നെ പയ്യെ നാണം. അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും, ഉറങ്ങൂല.
ആ ചടങ്ങിന് വേണ്ടി എല്ലാരും ഇരുന്നല്ല, എല്ലാരും ഇരുത്തിട്ട് കളിയാക്കാൻ ഇരുന്നിരുന്നല്ല. നീ എന്തിനാ ഇരുന്നെന്ന് അറിയാട്ടാ, കേക്ക് ഓക്കെ. ചടങ്ങ് തുടങ്ങട്ടെ. അങ്കലിന് ഉറക്കം വന്നിട്ട് വയ്യ. ഓക്കെ, പാടിക്കോ ഒന്നൂടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ആന്റി. ഓരോരോ മമ്മി ആന്റി എല്ലാം ഉണ്ടോ. അങ്കൽ മാമ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. എനിക്ക് വലിയ പീസ്. അതന്നെ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. അങ്കല് കൊറേ നേരമായിട്ടാ ഒരു പീസ് വെച്ചോണ്ടിരിക്കണ. നീ കൊടുത്തു, ഇടയിൽ കൂടെ കൊടുത്ത അമ്മല്ല പിന്നെ ഒറ്റ കയ്യില്. ഷുഗർ ഉണ്ട്, ഷുഗർ ചെറുത്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. എല്ലാവർക്കും അങ്ങാട് ഇങ്ങടെ കൊടുത്തു. രസമുണ്ട് കേട്ടോ. പക്ഷെ നന്നായിട്ട് വിഷമിക്കരുത്. ശരിക്കും രസമുണ്ട്. പവറായനെ എല്ലാരും മിസ് ചെയ്തു. ഒരുപാട് മിസ് ചെയ്ത് കേട്ടോ പക്ഷേ. അതന്നെ കേക്കണ്ടാ. കേക്ക് ഉണ്ടാവല്ലോ. എല്ലാം അറേഞ്ച് ചെയ്ത് വരും കേട്ടോ. യാത്ര പറയരുത് കേട്ടോ. ഞാൻ ബിഗ് താങ്ക്സ്. പക്ഷിയാണ് ഇവിടെ വരുന്ന, സത്യമാണ്. ഇവരെല്ലാം കൊണ്ടുവന്ന് ലൂലിൽ ഒരു നേരത്തെ വരുമല്ലേ ഓരോന്നും. മറ്റേ സാധനമാണോ ഗൈസ്, അങ്ങനെ നമ്മളെ കേക്ക് കട്ടിങ് സെറമണി ഒക്കെ കഴിഞ്ഞ് എല്ലാരും അടിപൊളിയായിട്ട് കേക്ക്. നല്ല കേക്കായിരുന്നു അല്ലേ? നല്ല കേക്കായിരുന്നു. നമ്മള് വാൻചോ ട്രഫിൾ നല്ല അടിപൊളിയായിരുന്നു. സുലു കഴിച്ചാ? അത് പിന്നെ കൊറേ ടൈം എടുക്കണല്ലോ, ഭയങ്കര വളവളാതിരിപ്പുണ്ടായിരുന്നു. കൈസ് ഇന്ന് സോന ഒരു പരിപ്പ് കറി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ നല്ലോണം പുട്ട് കഴിച്ച് എനിക്ക് ഗ്യാസ് ആയിട്ട് വയ്യ. അപ്പൊ ഗൈസ്, നമ്മളെല്ലാ ബർത്ത്ഡേ സെലിബ്രേഷന് മെയിൻ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കൽ സെറമണിയാണ്. അതെടുക്കാൻ സോനു പോയിട്ടുണ്ട്. ഈ ഗിഫ്റ്റ് നമ്മൾ മേടിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ബിക്കോസ് ബേബി ഫിലിപ്പീൻസ് പോണ മുമ്പ് ബേബി കൊണ്ടാന്ന് വെച്ചതാണ്. അപ്പൊ സോനു 1 by 1 ഹാൻഡ് ഓവർ ചെയ്യൂ. ബേബിയുടെ സുനു കൊടുത്തോ. എന്റേതും സോനു തന്നെ കൊടുത്തോ. ബേബിയുടെ എല്ലാ സോനു ഉറങ്ങിപ്പോയി. അപ്പൊ നമ്മുടെ എല്ലാരും വക ആന്റിക്ക് നീയും ഒരുമിച്ച് കൊടുക്കും. കൊടുത്തോ. ഇത് ഞാനും എംബ്രും കൊടുക്ക. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ സോനു അടുത്ത ഗിഫ്റ്റ് കൊടുക്ക്. നമ്മളെ 3 പേരുടെ വകെ നമുക്കെല്ലാം ഒന്ന് നോക്കാം, എന്തൊക്കെയാന്ന് നോക്കാം അല്ലെ. നമ്മുടെ വ്യൂവേഴ്സ് എന്തായാലും എക്സൈറ്റഡ് ആയിരിക്കും. അപ്പൊ ആന്റി അൺബോക്സിംഗ് ചെയ്യും 1 by 1. ഇരിക്കും. ആദ്യം തന്നെ പെർഫ്യൂം. നൈസ് പിങ്ക് കളർ അല്ലേ? പേസ്റ്റൽ കളർ. ഇത് അടുത്ത ഏതെങ്കിലും വ്ലോഗിൽ ആട്ടിയിട്ട് ഇടുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. കാണിക്കണോ? തുറന്നോ. പക്ഷേ എല്ലാം നല്ല സെലക്ഷൻ എപ്പോഴും നല്ല ക്ലാസ് ആയിട്ടുള്ള സെലക്ട് ആക്കുള്ളൂ. ഇതിന്റെ ഉള്ളിലൊരു പെറ്റിക്കോട്ട് പോലെ സംഭവം ഉണ്ട്. ഒരു പാന്റ് ചേരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെച്ചിട്ട് തന്നെ നല്ല രസമുണ്ട്. ഇതിന്റെ ഉള്ളില് ഇതുപോലെ പെറ്റിക്കോട്ട് പോലത്തെ സംഭവം വരും. സ്ലീവ്ലെസ് അല്ലേ? പൊളി. ആക്ച്വലി ഞാൻ മറന്നിരിക്കും കേട്ടോ. ബേബി പോണ മുമ്പ് കൊടന്ന് വെച്ച ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയുള്ളൂ. അടുത്ത നോക്കട്ടെ. നല്ല നൈസ്. കൊള്ളാല്ലേ? ഈ ഒരു ടച്ച് ഇല്ലല്ലോ ആന്റിക്ക്, വേറെ ടൈപ്പ്. അടിപൊളി. അടുത്ത എന്താണ്?
ഇത് ചെറിയ ഹീല്. കുറവായിട്ട് ചെറിയ ഹീല്. സൽവാറിനൊക്കെ അടിപൊളിയായി. അല്ല ഇത് കറക്റ്റ് ആയിരിക്കും. ഒരെണ്ണം നൈസ്, നല്ല രസമാണ്. അല്ല 8 എടുത്തത്. ഞാൻ 7 അല്ലേ. പെടുത്തുള്ളതുകൊണ്ട് കുഴപ്പമില്ല. കുഴപ്പമില്ല, കറക്റ്റ്. ആ രാവിലെ അന്ന് പോണ ദിവസം കൊള്ളാല്ലേ. നൈസ്. പെടുത്തുള്ളതുകൊണ്ടേ ചേർന്നുണ്ട് ആന്റിയുടെ കാല്. ഈ മോഡലില്ലല്ലേ ചെരുപ്പ്. ഈ ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ സ്ട്രാപ്പ് പോലെ കൊള്ളാല്ലേ. സോ നമുക്ക് മേടിക്കണം. ഇത് പുതിയ മോഡൽ വന്നാണ് പറഞ്ഞത്. കൊള്ളാട്ടോ ആന്റി, ആന്റിയുടെ കാലിന് അടിപൊളി. വേറെ ലുക്ക് ഉണ്ട്. ഹെവി ഹീൽ എടുക്കണ്ടെന്ന് പറഞ്ഞു നമ്മൾ. സെലക്ഷൻ അല്ലെങ്കിലും എനിക്കറിയാൻ പറ്റും. നല്ല നോക്കി എപ്പോഴും നല്ല ഭംഗിയാ ബഷീട. അങ്കിൾ അന്ന് വന്നില്ലേ, അന്ന് അവിടെ റെസ്റ്റ് എടുക്കാൻ പോയില്ല ആരും. അപ്പൊ അവിടെ ഇതെല്ലാം ഉണ്ടായിരുന്നു. നമ്മളപ്പോ പറയണ്ടല്ലോ. ഇന്നലെ അങ്കിൾ ഇന്നലെ ഞാൻ വന്നായിരുന്നു. നമുക്ക് ബേബി ഇല്ലല്ലോ, അപ്പൊ ബേബിയുടെ ഇടക്ക് വരും. നമുക്ക് സ്നാക്സും ഫിഷ് അത് ഇതൊക്കെ കൊണ്ടുവന്ന് തരും. അപ്പൊ സുനിറ്റ് റൂമിലാണ് റെസ്റ്റ് ചെയ്യാൻ പോയത് അങ്കിൾ. അവിടെ പോലെ നിരത്തി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്കിൾ ഒബ്സർവ് ചെയ്തില്ല ഇത് നമ്മുടെ ഐറ്റംസ് എന്നാ വിചാരിച്ച്. എനിക്കിഷ്ടമായി. നല്ല എനിക്ക് അങ്ങനത്തെ ഇല്ല. പക്ഷെ ഞാനേ മോച്ചിയിലൊന്ന് പോയിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒന്നും അറിഞ്ഞുകൂടാ. ബേബി നോക്കൂ ഇങ്ങനെ. നമ്മളായിട്ട് പോയാൽ ബേബിക്ക് സ്ട്രെസ്സാണ് ആന്റി. ഒറ്റക്ക് പോയി ഇങ്ങനെ ഓടി നടന്നു നോക്കും. നമ്മളെല്ലാരുമായിട്ട് പോകുമ്പോ സ്ട്രെസ്. നമ്മളെ കൊണ്ടുപോയില്ലേ ഈ പ്രാവശ്യം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇറ്റ്സ് ഗുഡ്, അടിപൊളി. ഓവർ ഹീൽഡും ഇല്ല. ഇല്ല കഴിഞ്ഞോ? ഗിഫ്റ്റ്സ് ഒക്കെ കഴിഞ്ഞോ? അയ്യോ എത്ര പെട്ടെന്ന് കഴിഞ്ഞ. കൊറേ കവേഴ്സ് ഉണ്ടായിരുന്നല്ലോ അത്. അല്ലെ വാവ് പറഞ്ഞ ഇതെല്ലാം എന്റെ വക. അത് വാവ അതാണ് നമ്മുടെ ഒരു കുട്ടി സെലിബ്രേഷൻ. ബേബി ഇല്ലാണ്ട്. അപ്പൊ ഒരുപാട് മിസ് ചെയ്തല്ലേ നമ്മള്. അടിപൊളി ബേബി കണ്ടാ നമ്മൾ സെലിബ്രേറ്റ് ഒക്കെ കണ്ട എല്ലാം ഷടമാണ്. നല്ല ഗുമ്മാണ്. തമാശ പറയും. ശരിയാണ്, ബേബി ഇല്ലാണ്ട് ബിസിയും. പക്ഷെ ബേബിയുടെ ഒന്ന് സ്ക്രൂ ആക്കുന്നത് അടിപൊളിയാണ്. അപ്പൊ അടിപൊളിയായിരുന്നു ഗൈസ്. എനിക്ക് വാലാക്കണില്ല ഗൈസ്. എല്ലാവർക്കും ഉറങ്ങണം. അങ്കിൾ നമ്മളെ പോലെ ഒന്നും അല്ല, നേരത്തെ എണീക്കും. കോഴി കൂകണ മുമ്പ് അങ്കിൾ എണീച്ചിരിക്കും ഗൈസ്. അങ്കിൾ എണീക്കും. ബിക്കോസ് പ്രാക്ടീസ് വർക്ക്ഔട്ട്സ് അങ്ങനെ ഇങ്ങനെ ആയിട്ട് ഈസ് ബിസി ആക്ച്വലി. അപ്പൊ കണ്ടില്ലേ, കണ്ട പറയണ ഏജ് ഒന്നും പറയാനുള്ള ഗൈസ്. നിങ്ങൾ നെട്ടു. നമ്മുടെ മമ്മൂക്കനെ പോലെയാണ്. ഏജ് ഒന്നും അറിയിപ്പിക്കുള്ള അത്രക്ക് അടിപൊളിയായിട്ടാണ് പോണത്. ചിലർക്ക് ചിരി വന്നിട്ട് ഉറക്കം വന്നിട്ടുണ്ട് ഗൈസ്. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. നിങ്ങൾ നാളെ കൂടെ ഈ ഒരു വ്ലോഗ് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. 12:15 നമ്മളെ ആഘോഷമൊക്കെ കണ്ടില്ലേ. ഷടപടയാണ് ഗൈസ്, ഷടപടയാണ്. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ ഉണ്ടെങ്കിൽ നോക്കാം. അപ്പൊ എന്തായാലും ഈ വ്ലോഗ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോയി ഗൈസ്. യു ഗൈസ് സ്റ്റേ ട്യൂൺഡ് വിത്ത് സീ യു ഇൻ a very next video. Happy birthday auntie. Bye.